സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ എത്തിയിട്ടുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ തായ്ലൻഡിലെ 6ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ജെംസ് ഗാലറിയും ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ടാ പറയില്ലേ? ഉറങ്ങിയില്ലേ? അപ്പോൾ ഞങ്ങളിത് ജെംസ് ഗാലറിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം 15 മിനിറ്റ് മാത്രമേ യാത്രയുണ്ടായിരുന്നുള്ളൂ. ഈ ജെംസ് ഗാലറി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ജ്വല്ലറി സ്റ്റോർ ആണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഡയമണ്ട്സും മറ്റ് ജെം സ്റ്റോൺസും ഒക്കെ കാണാനും വാങ്ങിക്കാനും പറ്റും. മാത്രമല്ല ജെം സ്റ്റോൺസിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണിച്ചു തരികയും കൂടി ചെയ്യുന്ന ഒരു റൈഡും ഇവിടെയുണ്ട്. എവിടെ? അല്ല, ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതായിരിക്കും നമ്മളെ ആദ്യം മറ്റടുത്ത് കൊണ്ടുപോയി കൂടെയെന്ന്. അല്ല, ഇവർക്കറിയാം നമ്മൾ ഇവിടെ നിന്നൊന്നും എടുക്കാൻ പോകുന്നില്ല. ഇവിടെ മിക്കവാറും ക്യൂവിന് സമയം പോവാൻ സാധ്യതയുണ്ട്. ഒന്ന് കയറിയപ്പോൾ തന്നെ ഇവർ നമുക്ക് ഇതിന്റെ ടോക്കൺ തന്നിട്ടുണ്ട്. ഈ ടോക്കണിന്റെ നമ്പർ അനുസരിച്ചായിരിക്കും ഈ റൈഡിലേക്കുള്ള എൻട്രി. അങ്ങനെ ഞങ്ങൾ ഈ റൈഡിൽ കയറാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. അമ്മ ഇവിടേക്ക് തൊള്ളിൻ്റെ ഇടയിലോട്ട് പോകണ്ട. എടുത്തായിരുന്നു. നമ്മളെ പ്രത്യേകം മാറ്റി നിർത്തി. വേറെ ആരെങ്കിലും കയറ്റി നിർത്തിയില്ലല്ലോ. നിർത്തട്ടെ. ഇരിക്കാൻ പറ്റിയല്ലോ, ഇത്രയും വലിയൊരു ക്യൂ നിന്നിട്ട് അല്ലേ? മോളിൽ നോക്കമ്മ. സൈഡ് രണ്ടുപേരും പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ റൈഡ് ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഈ റൈഡ് എന്ന് പറയുന്നത് ജെം സ്റ്റോൺസിൻ്റെ ഒരു ഉത്ഭവവും മനുഷ്യരെങ്ങനെ അത് കണ്ടുപിടിച്ചു, പിന്നെ അത് പോളിഷ് ചെയ്ത് നമ്മൾ ജ്വല്ലറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ജെം സ്റ്റോൺസ് ആയിട്ട് എങ്ങനെ മാറ്റി എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ചരിത്രവും അതിൻ്റെ കുറച്ച് സയൻസും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു റൈഡായിരുന്നു ഇത്. കുറച്ചധികം നേരം ക്യൂ നിന്നെങ്കിലും ഇത് കണ്ടിറങ്ങിയപ്പോൾ ആ വിഷമം അങ്ങ് മാറി കിട്ടി. ഇനി നമുക്ക് റിയൽ ജെംസ് കാണാനായിട്ട് പോകാം. അതാ ഇതുവഴി ഇറങ്ങാം. കാപ്പി വേണോ? എന്നാ വാങ്ങിയില്ല, കാറിലിരുന്ന് ഓടിക്കാം, സമയം കളയണ്ട. അപ്പം ഞങ്ങളിതേ ജെംസ് എല്ലാം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അതിൻ്റെ ഉള്ളിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. പപ്പ എന്തിയെ പോയി ഇരുന്ന് കാണും? നിൽക്കുന്നു. നമുക്ക് പോകുമ്പം പറയണം.
നമ്മൾ പറയുമ്പോൾ പുള്ളി ഇറക്കാന്ന് പറഞ്ഞാ. വണ്ടി എടുത്തോണ്ട് വന്നില്ലയോ? കുടിക്കുവാണോ അതോ പോവാണോ ചോദിച്ചേ? അപ്പോൾ ജെയിംസ് ഗാലറിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാറ്റിന്റെ ശക്തി. ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ആ, വിളിക്കാനോ? എല്ലാരെയും വിളിക്കാനോ? No worry, you can have here about 1 hour. So after finish, I wait this area, yeah. You call me. Okay. 12:10 നമ്മുടെ എൻട്രി. Sawadika, namaste. Namaste. Have ticket. For you, 12:10. Waiting 10 minutes. Yeah. Go inside there. വീടല്ലേ? ആ, ഇവിടെ ഒരു പൊക്കമുണ്ട്. ബാലി പോലെ. ചൈനീസ് ടൂറാ. ഓ, അത് കഴിഞ്ഞിട്ട് വേറെ ഏതാണ്ട് നമ്മുടെ അല്ലെങ്കിലും ഇരിക്കാൻ പോവാ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവായിരിക്കും. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോവായിരിക്കും. അങ്ങനെ ഞങ്ങൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള ടൂറുകളാണ് ഉള്ളത്. ഗൈഡഡ് ടൂറാണ്. ഇപ്പം അറബിക്, കൊറിയൻ, ചൈനീസ്, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഒരു സംഭവം തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ഒരു 12:10 ഇപ്പോൾ ഉള്ളത്. അതിന് തുടങ്ങാൻ ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതപ്പം അത് ചൈനീസാണ്. ഇവിടെ സമയമുണ്ട്. നമ്മുടെ 12:10 പറഞ്ഞേ. അമ്മ വീഡിയോ എടുക്കുക. അങ്ങനെ ഉണ്ടമ്മേ ഇത്രയും ഭാഗം കണ്ടിട്ട്, തല കണ്ടിട്ട് എനിക്ക് കാണാനേ വയ്യ. ഞാൻ ഈ ഗ്ലാസ് ഇട്ടേക്കുന്നോണ്ട് ഇങ്ങനെ നോക്കാം. ആ, അത് മാത്രമേ. ആ ആ ഇവര് നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ഇതുവഴി പോവാം. ഹിന്ദുക്കൾ മാത്രമല്ല, ബൈബിളൊക്കെ ഉണ്ട്. ก็ได้รังสรรค์ผลงานอีก 3 แห่งในประเทศไทยดังต่อไปนี้ ในปีพ.ศ. จิตแรกที่เราที่มีഅറിഞ്ഞിട്ട് പോകാം അല്ലേ? അല്ലാതെ അവിടെ ഓരോ സംഭവത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അത് ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. അല്ലാതെ പോയി കഴിഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും ചിലപ്പോൾ ഒന്നും ഇവരെന്താ ഉദ്ദേശിച്ചേക്കുന്നത് നമുക്ക് നല്ലതും പഠിക്കത്തില്ല. ചുമ്മാ പോയാൽ ആർട്ടിൻ്റെ ഒരു ഭംഗി പ്രതിമകളൊക്കെ ഒന്ന് കണ്ടിട്ട് ആ ഒരു ഭംഗി ആസ്വദിക്കുക. അതിൻ്റെ പിന്നിലുള്ള คมสมัยใหม่ അവരുടെ എന്താ പറയുക സ്പിരിച്വൽ കൺസെപ്റ്റ് ഒന്നും നമുക്ക് สิ่ง മനസ്സിലാക്കാം. ต่างๆเหล่านี้ทำให้เรานั้นขาดซาดสื่อถึงความมีเมตตาที่เราสามารถช่วยเหลือผู้อื่นในสังคมได้เทวดามี എന്തുവാടാ പറഞ്ഞേ? 12 മണിക്ക് തായ് ലാംഗ്വേജ്, ആ 10 ഇംഗ്ലീഷ്. การสร้างสรรค์สันติสุขชั่วกาลนานซึ่งสื่อถึงการปฏิบัติตนที่ดีจนเกิดผลและส่งต่อให้กับผู้อื่น ഇതാണ് ഇവിടുത്തെ ടൈമിങ്. ഓരോ ഭാഷയ്ക്ക് ഓരോ സമയമാണ്. നമ്മളത് വെയിറ്റ് ചെയ്ത് വേണം അകത്ത് കയറാൻ. ഓ, മാറിയ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്? അമ്മ എന്തി അവരെന്ത്? Set one mind for the earth to live for humanity and തൊപ്പി പറന്നു പോവല്ലേ?
മഴവെള്ളം മൊബൈലിന് കുഴപ്പമില്ലല്ലോ അല്ലല്ലേ? ഇതൊക്കെ നാച്ചുറലാണ്, ഉണ്ടാക്കിയാണ്. അത് ഇത് തന്നെ നമ്മളിപ്പം കണ്ട സാധനം സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ആ ബിൽഡിങ് പണി കഴിയാത്ത വർഷങ്ങളായിട്ട് അത് എന്തോ പണിയാൻ പറ്റാതെ അങ്ങനെ എന്തോ ഒരു ഉണ്ട്. പക്ഷെ എന്തോ നോക്കാം. Okay, this over here. All right. So, hello everyone. Good afternoon. My name is Jess, and I'll be your English guide for this tour. So, before we walk around, let me just do a quick introduction and how we do the construction here. So, in terms of design, here we got. All right, everyone, please be careful with our wooden bridge here. Everything are really excited by hand. And these are the wooden artists actually used to carve every wood pieces over here, every artworks to apply, but they are wooden artists. Only wooden artists, that's like I don't let's move forward. Everyone, the Sanctuary of Truth is not a temple. It's just only contemporary art. It's just a museum. അപ്പം നമ്മുടെ ഗൈഡ് ഇതേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഒരു ഹെൽമെറ്റ്സും തരും. അത് വെച്ചിട്ട് വേണം നമുക്ക് അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. നോക്കി നോക്കി ഇറങ്ങണേ. അങ്ങനെ ദേ ഞങ്ങൾ അകത്തെ കാഴ്ചകളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ വ്യത്യസ്തങ്ങളും കൗതുകകരമായിട്ടുള്ള ശില്പങ്ങളും കുത്തുപണികളും എല്ലാമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങളുമുണ്ട്. നമ്മൾ നേരെ നോക്കിയാൽ ചിലപ്പോൾ എല്ലാം മനസ്സിലാവണമെന്നില്ല. ഗൈഡ് പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ഓരോത്തിൻ്റെയും പിന്നിലുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചുറ്റി നടന്ന് കണ്ടാലോ. വെയില് അവിടെ ഒരു രക്ഷയില്ല. വെയില് കാരണം പെട്ടെന്ന് ഓടി നടന്നൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അകത്തായിരുന്നപ്പോൾ അറിഞ്ഞതേ ഇല്ല വെയില്. വണ്ടി വരുന്നേ. അങ്ങനെ നമ്മളൊരു വലം വെച്ച് ഇനി കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ഉണ്ടല്ലോ. മാംഗോ സ്റ്റിക്കി റൈസ് 100 രൂപ ഇത്രയും സാധനത്തിന് നഷ്ടമല്ലേ?
ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ്. കരിക്ക് 120. 120. നല്ലായിരുന്നാ മതിയായിരുന്നു. കോഫി എല്ലാം വെളിയിൽ കിടന്ന് നല്ല റേറ്റാണ്. വെളിയിൽ 60 രൂപ ഭാഗത്തൊക്കെയുള്ള കാപ്പിക്ക്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പപ്പായുടെ കണ്ണാടി മിസ്സായി. അപ്പം അതൊക്കെ ഇവിടെയൊക്കെ തപ്പിയിട്ട് കിട്ടുന്നില്ല. പപ്പ പോയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ തിരഞ്ഞു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഒരു കരിക്ക് കുടിച്ച് എന്നിട്ടും ഭയങ്കര ക്ഷീണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് പോവാം. ഓക്കെ. ഇറങ്ങിയപ്പോൾ നല്ല എളുപ്പത്തിന് ഇങ്ങനെ ഇറങ്ങിപ്പോരും. കയറാൻ കുറച്ച് പാടുപെടും. കഴിച്ചിട്ട് പോകാൻ സമയമില്ലല്ലേ. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ചുള്ള യാത്ര. ഒന്ന് വൈകിട്ട് റെസ്റ്റ്, നാളെ പാക്കിംഗ്. ഒന്ന് വൈകിട്ട് റെസ്റ്റ്, ബാക്കി നാളെ പാക്കിംഗ്, തിരിച്ചു പോകും ബാംഗ്ലൂർ. വലിയ സെലിബ്രിറ്റിയെ പോലെ പറഞ്ഞിട്ട് പോയി. ഇനി 2 മിനിറ്റ് വന്ന വഴി. എന്തോ കുതിരയോ? അപ്പോൾ ഞങ്ങളിത് സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. തൊട്ടടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ എല്ലാ പരിപാടികളും തീർന്നിരിക്കുകയാണ്. നാളെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇനി നമുക്ക് ഡിന്നറിൻ്റെ ടൈമിൽ കാണാം. ഓ എവിടെ പപ്പ എന്തിയേ? ബീച്ചിന്റെ സൈഡിലുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഇത് ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ കുറച്ച് വെറൈറ്റി സീ ഫുഡും പോർക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യും. വയറാറുണ്ടല്ലോ. അന്നത്തെ പോലെ തന്നെ അബദ്ധം പറ്റിയില്ലേ? സ്മാളാണല്ലോ പറഞ്ഞത്. സ്മോളാണോ പറഞ്ഞേ? ആ കുടിച്ചു നോക്ക. എന്തൊക്കെയാ നോക്കൂ. ഇത് ചിക്കൻ സ്പ്രിംഗ് റോൾ. ഇത് പോർക്കായിരിക്കും. ഇത് കണവ സ്ക്വിഡ്. അപ്പം മേളത്തെ സീ ഫുഡാ. എന്താ മീനാ? ഡോറി ഫിഷ്. ഞാൻ റെക്കോർഡും ചെയ്തായിരുന്നു. നല്ല എക്സ്പ്രഷൻ കിട്ടി. അരെ ഫ്രെയിമിലൊന്നും കിട്ടട്ടെ ഇവരെയൊക്കെ. അല്ല എല്ലാരും ഒരു വർഗത്തിൽപ്പെട്ടല്ലയോ. അങ്ങനെ അടിപൊളി ഒരു ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങളിത് തിരിച്ച് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിനടുത്തുള്ള ഒരു മാളാണ്. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ട് വരാം, സംഭവം നോക്കാൻ വേണ്ടി. അടിപൊളി. ആദ്യം തന്നെ കണ്ടത് നല്ല അടിപൊളി ഐറ്റം, നല്ല കണി. അകത്തോട്ട് എന്തോ ആയിരിക്കും എന്തോ. മാംഗോ സ്റ്റിക്കി റൈസ് 99 രൂപ. പക്ഷേ
മാങ്ങയുടെ ഒക്കെ ഒരു വലിപ്പം. ഇതുവഴിയാണോ എൻട്രി? അത് എന്തോ ഇത് എന്തുവാ? റംബൂട്ടാൻ പോലുണ്ട്. ആ ഇതെന്താ ഇത്? പിസ്സയോ? ഫ്രൈഡ് ഓയിസ്റ്റേഴ്സ്, ഫ്രൈഡ് സീ ഫുഡ്. നാളെ അങ്ങോട്ട് മറ്റേ മാർക്കറ്റ് പോലെ പച്ചമാങ്ങ ഉപ്പും കൂടെ, പേരയ്ക്ക. ആ ഇത് പിന്നെ ഡൂറിയൻ. ഓ ഇത് വേണ്ട, സ്മെല്ല് ശരിയാവുന്നില്ല. കഴിഞ്ഞില്ലേ? ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം. ദൈവമേ, അനാറിന്റെ വലിപ്പം നോക്ക്. ആ അത് ഇച്ചിരി പഴുത്തതാ അധികം. മാങ്ങ ഇച്ചിരി പഴുത്തതാ, അതിൻ്റെയാ. കുഴപ്പമില്ല. അതുകൊണ്ട് പോന്ന ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാണെന്ന് തോന്നുന്നു. എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് എടുത്തു. ഞാനിപ്പോൾ ഇവിടെ തായ്ലൻഡിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 3ാമത്തെ തവണയാണ് മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിക്കുന്നത്. 3 തവണ ഇപ്പം മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിച്ചില്ലേ? 3 തവണ മേടിച്ചു. അത് തിന്നങ്ങ് കൊതി തീർക്കാമെന്ന് വിചാരിച്ചു. നീ എന്താ നോക്കുന്ന ഇവിടൊക്കെ? ഇവിടോ? ചോദിച്ചാൽ അല്ലല്ല, എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്. വേണ്ട. ആ വേണ്ടേ? കോൺ ഇവിടെ ഇരിക്കുന്നൊക്കെയോ? ആ ഇവിടെ എവിടെ? അതുകൊണ്ട് 25ന്റെ കോൺ ഇരിക്കുന്നു. 20 കൊടുത്ത് മാഗ്നം എടുക്കാമെങ്കിൽ 25 കൊടുത്ത് കോൺ എടുത്തൂടെ? 60ആണ്. എടുക്കാമല്ലോ. താങ്ക് യു. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ചെറിയൊരു ഷോപ്പിംഗ്. ഇത് ലാസ്റ്റ് ഡേ അല്ലേ? ചെറിയൊരു ഷോപ്പിംഗ്. ജസ്റ്റ് നാട്ടിലോട്ട് ഓർമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെറിയ സമയം ഇത്തിരി ചോക്ലേറ്റ്. കൊള്ളാവോ ആൽമണ്ട് മാഗ്നം? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ചുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി നാളെ കാണാം.